തന്റെ ശിഷ്യന്മാരിൽ 2 പേരെയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു: നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്ന ഉടൻ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഇതുവരെയും ഒരു മനുഷ്യനും അതിന്റെ പുറത്ത് കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിന് ഇത് ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടയക്കും. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കവേ അവിടെ നിന്നവരിൽ ചിലർ, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അവർ യേശു തമ്പുരാൻ കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങളെ വഴിക്ക് വിരിച്ചു. ചില വൃക്ഷങ്ങളിൽ നിന്ന് ചില ശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. അദ്ദേഹത്തിന് മുമ്പേയും പിറകെയുമുള്ള ഇപ്രകാരം മാർത്ത് വിളിച്ച് പറഞ്ഞു: നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങളെ രക്ഷിച്ച പരിശുദ്ധനും ഞങ്ങളുടെ ജീവനെ വീണ്ടുകൊള്ളുന്നവനും തന്റെ വിലയാൽ ഞങ്ങളുടെ പാപങ്ങളെ നീക്കിക്കളഞ്ഞ ജീവനുള്ളവനും ജീവദാതാവുമായ കുഞ്ഞാടും ജീവിപ്പിക്കുന്നതായ തന്റെ കഷ്ടാനുഭവത്താൽ ദുഷ്ടന്റെ കഠിനാധ്വാനത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചവനും ജീവനുണ്ടാക്കുന്നതിന്റെ മരണത്താൽ ഞങ്ങളെ മരണത്തിന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തവനും രക്ഷാകരമായ തന്റെ കുരിശിനാൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയതായ ഞങ്ങളുടെ പൂർവാവകാശത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നവനുമായ കർത്താവേ, നിനക്ക് സ്തുതി. തനിക്ക് ഈ 3-ാം മണി നമസ്കാരത്തിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. വെള്ളിയാഴ്ച ആദാം സൃഷ്ടിക്കപ്പെട്ടു. മേടമാസം 14-ാം തീയതി വെള്ളിയാഴ്ച നമ്മളുടെ നാഥനായ മശിഹാ തമ്പുരാൻ ജഡത്തിൽ കഷ്ടമനുഭവിച്ച് നമ്മെ രക്ഷിച്ചു. വെള്ളിയാഴ്ച ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ ആദാമിന്റെ മക്കളായ അശുദ്ധരിൽ നിന്ന് തുപ്പലേറ്റു. വെള്ളിയാഴ്ച മൃഗങ്ങളും ജന്തുക്കളും അവയ്ക്ക് പേരിട്ട് കിട്ടുന്നതിന് തലകുനിച്ച് വന്ദിച്ചുകൊണ്ട് ആദാമിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി. വെള്ളിയാഴ്ച യൂതന്മാരുടെ രാജാവേ സമാധാനമെന്ന് അപഹസിച്ചു പറഞ്ഞുകൊണ്ട് മശിഹായ്ക്കെതിരായി സഭ കൂടി. ബാശാനിലെ അനേകം കാളകളും കാളക്കുട്ടികളും എന്നെ ചുറ്റിവളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞത് നിറവേറി. വെള്ളിയാഴ്ച ആദാമിന്റെ തലയിൽ രാജകിരീടം വയ്ക്കപ്പെട്ടു. വെള്ളിയാഴ്ച നമ്മുടെ കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടു. ആദാം മഹിമയോടെ പ്രശോഭിച്ചുകൊണ്ട് പറുദീസായിൽ 3 മണിക്കൂർ നേരം ഇരുന്നു. നമ്മുടെ കർത്താവ് ആദാമിന്റെ മക്കളായ മൺമേന്മാരുടെ അടിയിൽ
മണിക്കൂർ നേരം ന്യായ സ്ഥലത്ത് നിന്നു. വെള്ളിയാഴ്ച ഹവ്വ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. വെള്ളിയാഴ്ച 6 മണിക്ക് ജീവവൃക്ഷമാകുന്ന മശിഹാ തമ്പുരാൻ കുരിശിന്മേൽ കയറി. വെള്ളിയാഴ്ച ആദാമിന് മരണകരമായ പഴം കൊടുക്കുകയും അവൻ തിന്ന് മരിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ജനങ്ങൾ നമ്മുടെ കർത്താവിന് കാടിയും കയ്പുനീരും നീട്ടിക്കൊടുക്കുകയും താൻ അത് കുടിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ആദാം നഗ്നനായി 3 മണിക്കൂർ നേരം പറുദീസായിലിരുന്നു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ 3 മണിക്കൂർ നേരം കുരിശിന്മേൽ നഗ്നനായി കിടന്നു. വെള്ളിയാഴ്ച മരണമുള്ളവരായ മൺമേന്മാരുടെ മാതാവായ ആദാമിന്റെ ഇടത്തുഭാഗത്ത് നിന്ന് പുറപ്പെട്ടു. ജീവന്റെ കാസായും ആത്മീയ പാനീയവും മശിഹാ തമ്പുരാന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും പാപം ചെയ്തു. വെള്ളിയാഴ്ച അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. വെള്ളിയാഴ്ച അവരിവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. വെള്ളിയാഴ്ച സത്യപ്രകാശം അവർക്ക് ഉദിക്കുകയും അവർ പുതിയ ജീവനെ നേടുകയും ചെയ്തു. വെള്ളിയാഴ്ച ദുരാഗ്രഹിയായ മരണം അവരുടെ മേൽ വാണു. വെള്ളിയാഴ്ച മരണത്തിന്റെ അധികാരം പോയി. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും ദുഃഖത്താൽ തലതാഴ്ത്തിക്കൊണ്ട് പറുദീസായിൽ നിന്ന് പുറപ്പെട്ടു പോയി. വെള്ളിയാഴ്ച കുരിശടയാളം അവരെ സന്തോഷത്തോടെ പറുദീസായിലേക്ക് തിരികെ കൊണ്ടുപോന്നു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ മഹത്വത്തിന്റെ വസ്ത്രം അഴിച്ചു കളഞ്ഞു. ആദാമും ഹവ്വായും വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് അഴിച്ചു കളഞ്ഞ മഹത്വമുള്ള അങ്കിക്ക് പകരം അവരെ അത് വീണ്ടും ധരിപ്പിച്ചു. വെള്ളിയാഴ്ച സാത്താൻ തന്റെ വഞ്ചനയാൽ അവരെ നാണിപ്പിച്ചു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ സാത്താനെ നാണിപ്പിച്ച് അവന്റെ സൈന്യങ്ങളെ ലജ്ജിപ്പിച്ചു. വെള്ളിയാഴ്ച പറുദീസായുടെ വാതിൽ അടയ്ക്കപ്പെടുകയും തങ്ങൾ അധപതിച്ച് നിന്ദ്യന്മാരായി തീർന്നതിനാൽ സൗഭാഗ്യവാസികളായിരുന്ന ആദാമും ഹവ്വായും അവിടെ നിന്ന് പുറപ്പെട്ട് പോകുകയും ചെയ്തു. വെള്ളിയാഴ്ച പറുദീസായുടെ വാതിൽ തുറക്കപ്പെടുകയും വലത്തുഭാഗത്തെ കള്ളൻ അങ്ങോട്ടേക്ക് കടക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പറുദീസായെ സൂക്ഷിപ്പാൻ ക്രോപങ്ങൾക്ക് മൂർച്ചയുള്ള വാൾ കൊടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ കുന്തം കൊണ്ട് കുത്തേറ്റ് മൂർച്ചയുള്ള വാൾ മുറിച്ച് ശത്രുതയാകുന്ന വേലി പൊളിച്ചു. വെള്ളിയാഴ്ച ആദാം രാജാവും പുരോഹിതനും ദീർഘദർശിയുമായി തീർന്നു. വെള്ളിയാഴ്ച യൂദരിൽ നിന്ന് രാജ്യത്വവും പൗരോഹിത്യവും ദീർഘദർശനവും എടുത്തു കളഞ്ഞു. വെള്ളിയാഴ്ച ആനന്ദമയമായ പറുദീസായിൽ നിന്ന് ആദാം ശാപഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ കുരിശിന്മേൽ നിന്ന് മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നവരുടെ അടുക്കലേക്ക് ഇറങ്ങി. ആദാം ബുദ്ധിഹീനതയാൽ ചെയ്തു പോയ സകലത്തെയും പാപമൊന്നൊഴികെ മശിഹാ തമ്പുരാൻ തന്റെ വ്യാപാരത്താൽ നിറവേറ്റി. മരണത്തെ താൻ ബലാൽ ജയിച്ചു. പാപത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ആദാമിനെ സംസ്കരിക്കുകയും മൽക്കിസദേക്ക് പൗരോഹിത്യം നടത്തുകയും അബ്രഹാം തന്റെ പുത്രനെ ബലി കഴിക്കുകയും ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മുടെ രക്ഷിതാവായ മശിഹാ തമ്പുരാന്റെ കുരിശുമരം നാട്ടി. രഹസ്യപൂർണമായ ചോരയും വെള്ളവും ആദാമിന്റെ വായിലേക്ക് ഇറ്റ് വീണു. നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി താൻ ചെയ്ത വ്യാപാരത്തിന് വേണ്ടി നാം തനിക്കും തന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും വന്ദനവും കരേറ്റണം. പാതാള
ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച നമസ്കാരത്തിൻ്റെ യാമപ്രാർത്ഥനകൾ അവസാനിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് സ്കീപൂസായുടെ ക്രമമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ഗോകുൽത്തായിൽ 2 മെഴുകുതിരികളും അത് ഊതിക്കെടുത്തിയിരിക്കുകയാണ്. കർത്താവ് കുരിശിന്മേൽ തൂക്കപ്പെട്ടു. അവൻ്റെ നഗ്നത കാണാതിരിക്കുവാൻ അവനുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായതായ സൂര്യൻ തൻ്റെ കിരണങ്ങളെ മറച്ചു. ഭൂമി മുഴുവൻ അന്ധകാരം ഉണ്ടായി. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് 3-ാം മണി മുതൽ 6-ാം മണി വരെയും കർത്താവ് കുരിശിന്മേൽ തൂങ്ങിക്കിടന്നതായ സമയം അത് ഭൂമിയിൽ ഇരുട്ടായിരുന്നു. പ്രകൃതിക്ക് വരെയും മാറ്റം സംഭവിച്ചു എന്നുള്ളതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്രകാരം നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങളിലെല്ലാം ഓരോരോ ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ കുരിശ് മരണത്തോടനുബന്ധിച്ച് നമുക്ക് അനേകരെ കാണുവാനായിട്ട് സാധിക്കും. അതിലേറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്ലീഹന്മാരിൽ തലവനും നമ്മുടെ കർത്താവ് പ്രത്യേകമായി വേർതിരിച്ച, അല്ലെങ്കിൽ കർത്താവിൻ്റെ വാത്സല്യവാനായി കർത്താവ് കണ്ട പത്രോസ് അപ്പോസ്തലൻ. കർത്താവിനോട് ഒരിക്കൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം, എല്ലാവരും നിങ്ങളിൽ നിന്ന് ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. അത്രയും വലിയ ഒരു ദൃഢമായ വിശ്വാസം, എ സ്ട്രോങ് ബിലീഫ് ഇൻ ലോർഡ്, അതായിരുന്നു പത്രോസിന് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് വേണ്ടി മരിക്കുവാൻ വരെയും തയ്യാറാണ് എന്ന്, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും, എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലതകളും വന്നാലും ഞാൻ നിന്നെ വിട്ട് പോകുകയില്ല എന്ന് പറയുന്ന പത്രോസ്, ഇതാ അവൻ കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, മകനേ, ഇതാ എനിക്കും നിനക്കും വേണ്ടി, എന്നെയും നിന്നെയും അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിക്കുവാൻ വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിലേക്ക് നോക്കുമ്പോഴും ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും. എനിക്കും നിനക്കും വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ച, എനിക്കും നിനക്കും വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നൽകിയവനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ കണ്ണുകളിലൂടെ കണ്ട് നമുക്ക് ഈ ലോകത്തിൽ അവൻ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു ജീവിതം സമർപ്പിക്കുവാൻ, അവൻ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യം
നിന്റെ മനസ്സിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ കൊണ്ടുവരിക. ഇതാ കർത്താവ് മുൾക്കിരീടം ധരിച്ച് മൂന്നാണികളാൽ തൂക്കപ്പെട്ട് ഈ മധ്യാഹ്ന സമയത്ത് എനിക്കും നിനക്കും വേണ്ടി തൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കും. സഹോദരന്മാരെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശീഹ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഒരു പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. മശീഹ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശീഹ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശീഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മേൽപ്പെട്ട സ്ഥാനത്തായിരിക്കണം. സ്വർഗീയരും ശരീരികളും അശരീരികളുമായ സകല ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശബ്ദസ്വരങ്ങളോടും കൂടെ വിജയസ്തുതി അട്ടഹസിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. മസാക്കിൻ തന്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ ജീവന്റെയും കുളിപ്പിന്റെയും മർമ്മടങ്ങിയ അപ്പോഴത്തെ പിതാവാം ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് തന്റെ താഴ്വിരുന്നതികളായ അപ്പോസ്തലന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു ഇത്.
മുന്തിരിരസവും വെള്ളവും മിതമായി ചേർത്ത് കലർത്തിയ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. വാങ്ങിപ്പാനം ചെയ്യുവിൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചെയ്യപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു ഇത്. വരുന്നതുവരെ എന്റെ സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവിൽ ചെയ്തുകൊണ്ട് എന്റെ വിശുദ്ധ സ്നേഹന്മാരെ താൻ ഫലമേൽപ്പിച്ചു. In which everyone shall be rewarded according to his deeds. Because of this, your church and your penitent flock beseech you, and through you and with you, to your Father, saying, Be like Amuklabo Kadamron. സർവാധിപനാം കർത്താവേ, കൃപ ചെയ്യങ്ങൾ
Lord,
നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവ്വം പോകുന്നു.
നാൾതോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുകയും ചെയ്യുവേ. വന്ദിതനാ